അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആന്തരിക അവയവങ്ങളുടെ ശക്തി കുറവ് ആണ് പിന്നീട് രോഗങ്ങളായിട്ട് മാറുന്നത്. എങ്ങനെയാണ് ആന്തരികാവയവങ്ങൾ, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങൾ രോഗിയാകുന്നത്? ഒരു ചെറിയ ഉദാഹരണം, പല കാരണങ്ങൾ കൊണ്ടും ആവാം. ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം. രാത്രി നമ്മൾ അമിത വൈകി ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം ദഹിച്ചെടുക്കാൻ സമയം കുറേ എടുക്കും. അങ്ങനെ രാവിലെ എണീക്കുമ്പോൾ ആ ഭക്ഷണം പരിപൂർണമായി ദഹിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ ക്ഷീണം വരും, തലവേദന ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ആ ദഹിച്ച് പൂർണ്ണമായി വേസ്റ്റ് പുറം തള്ളിയാൽ മാത്രമേ നമ്മൾ ആന്തരിക ശക്തി ഊർജ്ജം തിരിച്ചു കിട്ടൂ. ആ പണി പൂർത്തിയാകാത്ത കാലത്തോളം ആ ക്ഷീണം അവിടെ കിടക്കുകയും വീണ്ടും വീണ്ടും ഭക്ഷണം കൊടുക്കുമ്പോൾ ആന്തരികാവങ്ങൾ ക്ഷീണിച്ച് വരികയും പിന്നെ കൊടുക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വിറ്റാമിൻ, മിനറൽസ്, അതുപോലെ തന്നെ ഊർജ്ജങ്ങൾ സ്വീകരിച്ച് നമ്മുടെ അവയവങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാതെ വരും. അങ്ങനെ ക്ഷീണം മാറാതെ, നമ്മൾ കൈകാലുകൾ പൊന്താതെ, തലവേദന മാറാതെ രോഗിയാവും. അപ്പോൾ ആന്തരികാവയവങ്ങൾക്ക് ശക്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്.